എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 6:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്ന് സ്കൂളിൽ പോകേണ്ടത് കാരണം രാവിലെ എത്തിയിരിക്കുവാണ്. അല്ലെങ്കിലും വർക്കിന് പോകുന്ന ദിവസവും രാവിലെ ഏൽക്കാറാണ് പതിവ്. ഇന്നലെ വരെ എനിക്ക് പ്രാക്ടിക്കലായിരുന്നു, വർക്കുള്ള ദിവസമായിരുന്നു. അപ്പം ഇന്നലെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയിട്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. എനിവേ, അപ്പം ഇന്ന് സ്കൂൾ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്, ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഐ ആം കൈൻഡ് ഓഫ് എക്സൈറ്റഡ് ആൻഡ് സ്ട്രെസ്ഡ് ഔട്ട്. കാരണം ഇനിയിപ്പോൾ വിഷൻ പ്രൂഫിംഗ് ഒക്കെ വരുന്ന കാരണം കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ട്. എന്നാണെങ്കിലും സോ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് യു ഗൈസ് ആർ കമ്മിങ് വിത്ത് മീ. സോ ഐ ആം ഗോയിങ് ടു ഗെറ്റ് റെഡി. കാരണം 7:40 എൻ്റെ ട്രെയിന്. അപ്പം യു ഗൈസ് ഓൾസോ ഗെറ്റ് റെഡി. Staring photo, don't forget the way you look me in the eyes, and I keep you in my heart is where you are, I still think of you. സോ ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡിയായി ഓൾറെഡി. ഇനി കുറച്ച് ഫേസ് പ്രെപ്പ് കൂടെ ചെയ്തിട്ട് ഫേസ് കെയർ ഒക്കെ ചെയ്ത് സെറ്റായി ബാഗും പാക്ക് ചെയ്ത് പോകണം. ഇപ്പോൾ ഏകദേശം 7 മണിയായി, പെട്ടെന്നെല്ലാം ചെയ്യണം. സോ ഐ ഡിഡ് സം ക്രിസ്മസ് ഡെക്കറേഷൻസ്. ക്രിസ്മസ് ഡിസംബർ 1 ആയത് കാരണം ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു. ലുക്ക് ക്യൂട്ട് റൈറ്റ്. സോ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. Like we're dreaming even when we're not. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to you now. I wanna wake up with. സോ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം മേക്കപ്പൊക്കെ ഇട്ട്, മേക്കപ്പൊന്നും ഇട്ടില്ല, റെഡിയായി. ഇനി പെട്ടെന്ന് നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ ഈ ബാഗാണ് എടുക്കാറ്. സോ ഒരു ബുക്ക്, ലൈക്ക് ഞാൻ മെയിൻലി നോട്ട് എഴുതുന്നത് ഐപാഡിലാണ്. സോ ഐപാഡ്, ഡിജിറ്റൽ നോട്ട്സ് എടുക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഫുഡ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഓൾറെഡി മീൽ പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഓവർനൈറ്റ് ഓട്സ്, പിന്നെ സാലഡ്, പിന്നെ വാട്ടർ ബോട്ടിൽ, വെള്ളം കുടിക്കണമല്ലോ. സോ പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. സോ ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സും എടുക്കുന്നുണ്ട്. അപ്പം ദാസ് വാഴ്സ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്നെല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് റെഡി ആവുക. സോ ഇതാണ് എൻ്റെ ലുക്ക് ഇന്നത്തെ, മൈ ഔട്ട്ഫിറ്റ്. ഇനി ഒരു ജാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ട്രെയിൻ കയറാൻ പോവാം. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണാമോ എന്നറിയത്തില്ല. ഇവിടെ ഇപ്പം വിൻ്റർ ആയത് കാരണം 7-7:30 ആയാലും ഈ ഒരു വെട്ടമൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടമായിരുന്നു. 7:40 വണ്ടി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രയാണം അതങ്ങ് വിട്ടു. സോ ഇനിയിപ്പം 7:48 ട്രെയിനുണ്ട്. അത് കുറച്ച് സ്ലോ ആണ്, പക്ഷെ എന്നാലും അത് മതി, അതിന് പോവാം. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുവാണ്. ഇവിടെ ഫുൾ ക്രിസ്മസ് മൂഡാണ്. എല്ലാം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച്, ഇവിടെ ഫുൾ ക്രിസ്മസ് മൂഡാണ്. എല്ലാം ലൈറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റപ്പായിട്ട്. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ 2 ഡിഗ്രിയാണ്. ഈ കിടക്കുന്ന ട്രെയിനിലാണ് ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്നത്. ഞാൻ ഡേബ നോക്കിയപ്പോഴത്തേന്, ഡേബയുടെ ആപ്പിൽ നോക്കിയപ്പോഴത്തേന് മറ്റേ ഞാൻ 7:40 പോകാതിരുന്ന വണ്ടി ഇല്ല. സോ താമസിച്ച് പോയാൽ കുഴപ്പമില്ല, എനിക്കൊരു ആശ്വാസം.
സോ ഇപ്പം ഞാൻ ക്ലാസ്സിലിരിക്കുവാണ്. ഞങ്ങൾക്ക് രാവിലെ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഈ ഒരു തിയറി ബ്ലോക്കിലെ 3 ആഴ്ചത്തെ ടൈം ടേബിളൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ബ്രേക്കാണ്, ചെറിയ ബ്രേക്കാണ്. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ദിസ് ഈസ് ഹെലൻ. ആശ എഡ്വിനും ഇന്ന് വന്നിട്ടില്ല. സോ ഞങ്ങളിങ്ങനെ ഫ്രൂസ്റ്റൊക്കെ കഴിച്ച് ചില്ല് ചെയ്യുവാണ് അല്ലേ? ആണ് ഞങ്ങളുടെ ക്ലാസ്. ഇപ്പം ബ്രേക്ക് ടൈമാണ്. Die Erinnerungspflege ist im Sinne den Sinnen. Also, weil es ist zum Beispiel so, ich weiß nicht, ob Sie das kennen, wenn Sie irgendwo unterwegs sind und Sie riechen so einen bestimmten Geruch. Und Sie sind sofort wieder, weiß ich nicht, mir geht das mit irgendeiner Pflanze, ich weiß nicht, welche das ist, ich glaube Magnolien. Sobald ich die rieche, bin ich ungefähr 5 Wochen in Italien im Urlaub. Jedes Mal. Egal wie oft ich die rieche, immer. So zum Beispiel, dass Sie sagen, okay, es gibt gewisse Gerüche, die ich mit Sachen verbinde. Keksgeruch zum Beispiel Weihnachten. Ganz klar. Oder so Hefegebäck Ostern. Solche Sachen. Ja, der Duft von Tannennadeln zum Beispiel. Oder von Kaffee oder solche Dinge. Genau. Oder Weidekätzle zum Beispiel. Genau. An Ostern, dass jemand anfassen Genau. Und eben auch wenn Sie irgendwas anfassen, was in die Hand nehmen, was sehen, erinnern Sie sich sozusagen an Sachen. Genau. Also Sinne, Tatsache mit den Sinnen. Mhm. Sie wollten was sagen? Ja, tatsächlich. Ich wollte sagen, Identitätsförderung. Oft ist es ja so, haben Sie gerade eben schon gesagt, der Mensch mit Demenz, dass sie doch auch ihre eigene Identität verlieren. Und nachher hauptsächlich irgendjemand Krankes sind, kein Mensch mehr in dem Sinne. Genau, und auch da kann man versuchen, wieder die Identität ein bisschen zu fördern. Wie wissen Sie, welche Identität Sie fördern müssen? Genau, da kommt die Rechtfertigung, warum wir übernächste Woche was machen, die Biografiearbeit. Genau. Zur Aktivierung, also ich verstehe was. Bei der Aktivierung, ich verstehe nur Langeweile kaufen, Langeweile kämpfen. Einfach nur, dass die Person oder der Patient sich nicht langweilig fühlt. Also, aber die anderen sind so tief in den Punkt, vielleicht meine ich falsch. Auch ein bisschen, wobei Sie dafür eigentlich die Betreuung hätten. ഇപ്പം ബ്രേക്കിൻ്റെ ടൈം ആയത് കാരണം ഞാനും ഹെലനും കൂടെ ലിഡിലിൽ പോവാം. നല്ല സൊണ്ണയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ചെറിയ തണുപ്പുണ്ട്. 15 മിനിറ്റ് ബ്രേക്കുള്ളൂ. അപ്പോൾ ഹെലൻ എന്തോ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പം ഞാനും കൂടെ ഇങ്ങ് പോന്നു. Kann ja auch sein. Genau. So, Sie kriegen jetzt noch ganz schnell den Arbeitsauftrag von Validation. സോ ഇന്ന് ഫസ്റ്റ് ഡേ ആയത് കാരണം നേരത്തെ വിട്ടിരിക്കുകയാണ്. ഹെലൻ ആണെങ്കിൽ ഫുഡൊക്കെ വാങ്ങിച്ചു. സോ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? ഫസ്റ്റ് അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. വലിയ ബോറൊന്നും അടിച്ചില്ല. ഉച്ചയ്ക്ക് വിട്ട കാരണം കോളായി. ഞാൻ നോട്ടൊക്കെ എഴുതി. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാൻ ആർബൈറ്റ്സ് അഫ്രാഗ് തന്നിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അതും കൂടെ എഴുതി കഴിഞ്ഞ് അത് ഷിക്കൻ ചെയ്യണം, അയച്ചു കൊടുക്കണം. സോ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ ഹെലിന് നടക്കുവാണ്. അപ്പോൾ നേരത്തെ സ്കൂൾ വിട്ട് തന്നെയാണ് നന്നായി. നേരത്തെ ജിമ്മിൽ പോകാൻ, നേരത്തെ വീട്ടിൽ പോവാം. ഫുഡ് കഴിക്കണം. ഇനി വിശക്കുന്നുണ്ടോ? ആ വിശക്കുന്നു. ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നീ അവിടെ വീട്ടിൽ പോയി കഴിക്കാം. തണുപ്പ് അത്യാവശ്യമുണ്ട്. പിന്നെ ട്രെയിൻ 58-നാണ്. 4 മിനിറ്റ്. സ്കൂളിൻ്റെ അവിടുന്ന് ഒരു 7-8 10 മിനിറ്റ് മാക്സിമം മതി. 7 മിനിറ്റ് മതി നടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം ഞാൻ ട്രെയിനിൽ കയറി. ഏകദേശം ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലും.
ഇപ്പം 12 ഇപ്പോൾ 1 മണിയാവുന്നു. 1 മണിയായപ്പോഴത്തേനും ക്ലാസ് വിട്ടു. സോ യാ. ഇപ്പോൾ ട്രെയിൻ ഇറങ്ങി ഞാൻ ജിമ്മിലോട്ട് നടക്കുകയാണ്. ഇന്ന് നേരത്തെ ജിമ്മിൽ പോയിട്ട് നേരത്തെ വീട്ടിൽ പോവാം. നേരത്തെ ജിമ്മിൽ പോകാമെന്ന് പറയുന്ന ജിമ്മിൽ പോകാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, നേരത്തെ ജിമ്മിൽ പോയാൽ നേരത്തെ വീട്ടിൽ പോകാതുകൊണ്ട്. പിന്നെ ഇന്ന് ഏകദേശം ലൈക്ക് 1 മണിയായപ്പം ഇപ്പം ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. ഇനിയിപ്പം 2 മണിക്കേ ഉള്ളൂ 2 മണിക്ക് ജിമ്മ് തുറക്കുള്ളൂ. അതുവരെ ഞാൻ ഓർത്തു ലിഡിൽ നിൽക്കാമെന്ന്. ലിഡിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് ലൈക്ക് ഐ ആം ക്രേവിങ് ഫോർ സംതിങ്. അത് ഉണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല. ഇവിടെ മഞ്ഞൊക്കെ പെയ്തായിരുന്നു. ആ മഞ്ഞിൻ്റെ അവശിഷ്ടങ്ങളാണ്, എല്ലാം ഉരുകിയൊക്കെ പോയി. പക്ഷെ കുറച്ച് ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാണേലും ഞാൻ ലിഡിൽ പോയിട്ട് കാര്യമൊന്നും നടന്നില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ചെറിയുടെ പൈ പോലത്തെ ഒരു സാധനമുണ്ട്, ചെറി ടാഷ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാവും, അതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടോയെന്ന് നോക്കാൻ പോയതാണ്, പക്ഷെ അതില്ലായിരുന്നു. എന്നാണെങ്കിലും ജിം ഓപ്പൺ ആയത് കാരണം ഞാൻ ഇങ്ങകത്തോട്ട് കയറി. ഇനിയിപ്പം ഡ്രസ്സ് മാറി വർക്കൗട്ട് ചെയ്ത് പിന്നെ തിരിച്ചു പോകും. യാ. സോ ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം എല്ലാവരെയും ഒന്നുകൂടെ കാണുമ്പോഴതിനും നമുക്ക് സന്തോഷമാണല്ലോ. പിന്നെ കുറേ നാളായിട്ട് ഞാൻ ക്ലാസ്സിലെ ഹെലനെയും ആശേനെയും ഇഡ്വിനെയും ഒന്നും കണ്ടിട്ടില്ല. അപ്പോഴത്തേനും ഹെലനയോട് കണ്ടു, ഹെലനയോട് സംസാരിച്ചു. മലയാളികളുമായിട്ട് കുറച്ച് ഇൻട്രാക്ഷനൊക്കെ വന്നപ്പോഴത്തേനും ചെറിയൊരു സന്തോഷം. പിന്നെ ഇന്ന് ഞങ്ങളെ ഫസ്റ്റ് ഇയർ പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഞങ്ങളുടെ അവിടുന്ന് ക്യുണ്ടികൻ ചെയ്തിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ക്യുണ്ടികൻ ചെയ്തിട്ട് പോയി. അപ്പോൾ പുള്ളി ഇന്ന് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ ക്ലാസ് അടിപൊളിയായിരുന്നു, പുള്ളി പഠിപ്പിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം പുള്ളിയെ ഞങ്ങൾ കുറച്ച് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇന്ന് കയറി വന്നപ്പോൾ സർപ്രൈസായിട്ട് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ കുറച്ച് ലൈക്ക് ഇങ്ങനെ എല്ലാവരെയും ഗമൈൻസായിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി ഇങ്ങനെ വട്ടത്തിൽ ഇരുത്തിയിട്ട് ലൈക്ക് സംസാരിച്ചു. ഈ ഒരു തിയറി ബ്ലോക്കിൽ എന്തൊക്കെയായിരിക്കും, എന്നാ ഉണ്ടായിരുന്നു, പ്രാക്ടീസിൽ പോയി വർക്ക് ചെയ്യാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, സംശയമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മിസ്സുമാർ വന്ന് ക്ലാസ് എടുത്തു. ക്ലാസ് എന്നൊന്നും പറയാനില്ല, കുറച്ച് പ്രസൻറ്റേഷനൊക്കെ കാണിച്ച് കുറച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഔഫ്ഗാബെ തന്ന് വീട്ടിൽ വിട്ടു. ഇത്രയും നടന്നുള്ളൂ. സാധാരണ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നു. 3 മണിക്കാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞങ്ങളുടെ സ്കൂളിൽ. പക്ഷെ ഇന്ന് നേരത്തെ വിട്ടു. എന്നാണേലും Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. സോ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് നടക്കുവാണ്. വർക്കൗട്ട് വാസ് ഗുഡ്.
എന്നാണിത് ഇപ്പം പുറത്ത് നല്ല തണുപ്പാണ്. അപ്പം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോഡിയിലൊരു നല്ലൊരു ചൂടുണ്ട്. അപ്പം അതുകൊണ്ടൊരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ വർക്കൗട്ട് ചെയ്ത് വേർത്ത് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തണുക്കുന്ന ഒരു പ്രത്യേക എഫക്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ചെയ്യണം. പിന്നെ നാളെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്. സോ ക്ലാസ്സിൽ വെയിറ്റ് ചെയ്ത് കൂടിയാൽ മതി. പിന്നെ ഏതാണ്ടൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കാനും തന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. യാ, വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മടുത്തു. എൻ്റെ കണ്ണൊക്കെ കണ്ടാ അറിയാം. ഐ ആം ടയേർഡ്. എൻ്റെ മൂക്ക് തണുക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടൻ നിൽക്കുന്ന കണ്ടോ? ഹായ് ഗായ്സ്, ich bin wieder da. അപ്പം ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് നേരെ വന്ന് വീട്ടിൽ കയറി ഫുഡ് കഴിച്ചു. ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോയ സാലഡ് അതേപടി എടുത്ത് കഴിച്ചു. കാരണം ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ, അപ്പം ഞാൻ അതെടുത്ത് കഴിച്ചു. പിന്നെ ഇപ്പം കുറച്ച് മുന്നേ ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരീസ്, മിസ്റ്റർ ക്വീൻ എന്ന് പറയുന്ന ഒരു കൊറിയൻ സീരീസ് ആണെന്ന് തോന്നുന്നു. കൊറിയൻ സീരീസ് ഇരുന്ന് കണ്ടു. അത് കണ്ടു തീർത്തില്ല, ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ കണ്ടുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ കൊറിയൻ സീരീസ് ഒന്നും കാണാറില്ല. പിന്നെ ഐ തിങ്ക് അത് ഫണ്ണി ഒരു സീരീസ് ആണെന്ന് എനിക്ക് തോന്നി. സോ അത് കണ്ടോണ്ടിരിക്കുവാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഫണ്ണി. നല്ലൊരു പ്ലോട്ടുള്ള ഒരു സീരീസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഓർത്തു എന്നാൽ പഠിക്കാതിരുന്നേക്കാം. ഹോംവർക്ക് എഴുതി സബ്മിറ്റ് ചെയ്യാറുണ്ട്. അത് നാളെ രാവിലെ സബ്മിറ്റ് ചെയ്താൽ മതി എന്നെങ്ങാണ്ടാ പറഞ്ഞേക്കുന്നത്. ബട്ട് എന്നാണേലും ഇന്ന് ചെയ്ത് വെച്ചേക്കാം. കാരണം നാളെ രാവിലെ ഇനി ഓൺലൈൻ ക്ലാസ് കൂട്ടണം. അപ്പത്തേനും ഓൺലൈൻ ക്ലാസ് കൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുക എല്ലാം കൂടെ നടക്കത്തില്ല. പിന്നെ സ്ട്രെസ്സായി പോവും. അതിലും ഭേദം ഇപ്പം തന്നെ എഴുതി വെക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ ഇത് എഴുതി പകുതി ആകുമ്പോഴത്തേനും ഇട്ടിട്ട് പോകും, എനിക്കറിയത്തില്ല. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ കാര്യം ഓക്കെ. ഫോർ എക്സാമ്പിൾ എനിക്ക് കുറച്ചുകൂടെ ക്ലിപ്പൊക്കെ ലൈക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. കാരണം ഇവിടെ മുഴുവൻ ഡാറ്റ ആൻഡ് ഷൂട്ട്സ് ആണ്. ലൈക്ക് പ്രൈവസി പോളിസി ഒക്കെ ഉണ്ട്. ലൈക്ക് സ്കൂളിൽ നടക്കുന്ന ക്ലാസ്സസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ടീച്ചേഴ്സിന്റെ ഫേസ് കാണിക്കാൻ പാടില്ല, കൊളീഗ്സിന്റെ ഫേസ് കാണിക്കാൻ പാടില്ല. അങ്ങനത്തെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ക്ലാസ്സസ് ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യും. പിന്നെ ജിമ്മിൽ പോകുമ്പോഴാണെങ്കിലും ഇതുപോലെ ലൈക്ക് വേറെ ആൾക്കാരുടെ വീഡിയോ ഒക്കെ നമ്മുടെ വീഡിയോയിൽ വരാതെ നോക്കണം. കാരണം പ്രൈവസി പോളിസി ഇവിടെ ജർമ്മനിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദേ കുഡ് സ്യൂ അസ്. പിന്നെ സോ ഐ ആം പ്ലാനിങ്. ഞാനിപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ ഹോംവർക്ക് ചെയ്യാം എന്നാണ് എൻ്റെ പ്ലാൻ. സോ ഹോംവർക്ക് ഇതുപോലെ ഇവിടെ എല്ലാ ഹോംവർക്കും ഇതുപോലെ പ്രിന്റ് എടുത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് തരും. ഇതുപോലെ 100 കെട്ട് കണക്കിന് പേപ്പർ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പാറപ്പറന്ന് നടപ്പുണ്ട്. ഇതൊക്കെ ഫയലിൽ പിൻ ചെയ്ത് വെക്കണം. പക്ഷെ എനിക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ പേപ്പർ പരിപാടി ഒട്ടും ഇഷ്ടമല്ല. അപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ, പുറത്ത് നല്ലപോലെ മഴ പെയ്യുന്നു. ചിലപ്പം സ്നോ വരാൻ സാധ്യതയുണ്ട്. സ്നോ വരുമായിരിക്കും. കാരണം ഇനിയിപ്പം രാത്രിയിൽ -ഡിഗ്രി ആകുമ്പോഴത്തേനും ഈ മഴയും കൂടെ പെയ്ത് കഴിയുമ്പോൾ വാട്ടർ ഫ്രീസായി സ്നോ ആകും. അപ്പം മിക്കവാറും സ്നോ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സ്നോ വരുന്നതാണ് നല്ലത്. കാരണം സ്നോ വരുമ്പോഴത്തേനും ലൈക്ക് അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടെ തണുപ്പ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ സ്നോ ഇല്ലാത്തപ്പോഴാണ് അന്തരീക്ഷം ഫുൾ ഭയങ്കര തണുത്തായിരിക്കുന്നത്. സോ പിന്നെ ഐ ആം നോട്ട് എ ഫാൻ ഓഫ് സ്നോ. പിന്നെ സ്നോയും വിൻ്ററും ഒന്നും ഐ ആം നോട്ട് ദാറ്റ് മച്ച് ഫാൻ. പിന്നെ എനിക്ക് സമ്മറും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ. പക്ഷെ മഴ കൂടുതലായാലും പ്രശ്നമായിനോ. പക്ഷെ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം എന്തോ എനിക്ക് മഴ പെയ്യുന്നത് എന്തോ നൊസ്റ്റാളജിയാണ്. സോ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഇന്ന് ഹോംവർക്ക് ഒന്നും ചെയ്ത് തീർന്നാൽ പോകത്തില്ല. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, I don't have a pen. സോ ഇതിൻ്റെ അകത്ത് എന്നാന്ന് വെച്ചാൽ ആർബൈറ്റ്സ് ഓഫ് ട്രാക്ക് വാലിഡാറ്റും. ഓക്കെ,
ഡിമെൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് എനിക്ക് ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക് തന്നേക്കുന്നത്. അപ്പം ഡിമെൻസ് എന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യ പേഷ്യൻസ് ലൈക്ക് മറവി രോഗം ഉള്ളവർ, അങ്ങനത്തെ ഒരു രോഗം അറിയാതിരിക്കുമല്ലോ. അപ്പത്തേനും ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിന് വാലിഡാസിയോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഹോംവർക്കിന് ഞങ്ങൾ തന്നേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷൗവൻ സേസിഷ് ദെൻ ഫിലിം ഫ്രൗ മൗഹോഫ് അൻ, ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കേസ് അവർ ഒരു വീഡിയോ ഒരു ഫിലിം കാണാനാണ് പറഞ്ഞേക്കുന്നത്. കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് ആ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ബയോഗ്രഫി ഒക്കെ ആയിരിക്കും. അത് കണ്ടിട്ട് മാഹൻസിസ് നോട്ടീസൻ സൂദേൻ ഫെറൻഡറുങ്ങൻ ബെറ്റ്യൂഗ്ലിഷ് ക്ലൈഡും ഉൻ ഓയിസറെ എർഷൈഡും. ഓക്കെ, വി können Sie besser mit Frau Mauerhof umgehen? നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രൗ മൗവർഹോഫിനോട് ഇതിലും നല്ല രീതിയിൽ ബെസറായിട്ട് ഉംഗെയിൻ ചെയ്യാൻ പറ്റും, അതായത് എങ്ങനെ പുള്ളിക്കാരത്തിയുടെ അടുത്ത് പെരുമാറാം. പിന്നെ Erarbeiten Sie die Sanhan 3 Validationstechniken nach Naomi Feil. ഓക്കെ, അങ്ങനെ കുറെ ടെക്നിക്കൊക്കെ ഉണ്ട്, വാലിഡാസിയോൺ ടെക്നിക്കൻ, അതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. Beschreiben Sie, wie Sie auf eine Situation reagieren anhand der integrativen Validation nach Nicole Richards. Beschreiben Sie, wie Sie auf eine Situation reagieren nach dem ABC-Schema nach Jenny Powell. ഓക്കെ, ഇത് കുറെ ലൈക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ തിയറി. ഓരോരുത്തരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിലും വാലിഡാസിയോണിനെ കുറിച്ച് തന്നെ ഒരു 3-4 പേര് ലൈക്ക് റിസർച്ച് ചെയ്ത് എഴുതി പിടിപ്പിച്ചിട്ട് കാണും. അപ്പൊ നമ്മൾ അതെല്ലാം പഠിച്ചിട്ട് ഇവരുടെ ഓരോരുത്തരുടെയും തിയറി അനുസരിച്ച് ഇങ്ങനെയൊക്കെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ലൈക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ഇവിടെ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് എല്ലാം ഒന്നും പഠിപ്പിച്ച് സ്പൂൺ ഫീഡ് ചെയ്ത് കുത്തിക്കയറ്റി തരത്തൊന്നുമില്ല. എല്ലാം ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാം ഒരു പ്രസന്റേഷൻ ആക്കിയിട്ട് എല്ലാം ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അപ്ലോഡ് ചെയ്യും. ആ സാധനം നമ്മൾ നമുക്ക് സമയമുള്ളപ്പം ഇരുന്നെടുത്ത് നോക്കുക, വായിക്കുക, പഠിക്കുക. ബാക്കി ഇതുപോലെ കുറെ ഹോംവർക്ക് തന്നിടും, അതെല്ലാം എഴുതി കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് ഓരോ ബ്ലോക്കിന്റെ അവസാനം എക്സാം കാണും. അത് എഴുതി പാസ്സാണോ, എഴുതി പാസ്സായില്ലെങ്കിൽ വലിയ ഗസ്റ്റ് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അടി പറഞ്ഞിട്ടുണ്ട് ഗേബൻ സിയർ ഹൗസാബായിട്ടും വിദ്യാപ്പ മെയിൽ ആൽസ് PDF ആയിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ ഹൗസ് ഓഫ് കാബ്. പിന്നെ അബ്ഗാബ സ്പേറ്റസ്റ്റൻ സം ദൃട്ട സോൾഫ് ഫിയറും സ്വാൻസിസ്റ്റ ബിസ് സെക്സേനുവ. ഓക്കെ, അതായത് 3-ാം തീയതി എന്ന് പറയുമ്പോൾ നാളെ 16 Uhr, അതായത് 4 മണിക്ക് മുമ്പ് കൊടുക്കണം നാളെ. ഓക്കെ, ആദ്യമേ ആ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് ഈ ഓരോന്നിനും ആൻസർ ചെയ്യണം. സിമ്പിൾ, വളരെ സിമ്പിൾ. പിന്നെ അതിനു മുമ്പ് അതിൻ്റെ അകത്തെ കുറെ PDF വായിക്കണം, PDFും പ്രസന്റേഷനും വായിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് പ്രസന്റേഷൻ എങ്കിലും തരുന്നുണ്ട്. പക്ഷെ ചില സ്കൂളിലും ഒക്കെ ഇങ്ങനെ പ്രസന്റേഷൻ പോലും കൊടുക്കാറില്ല. ടീച്ചേഴ്സ് വന്ന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് പോകും. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പാടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. ഞങ്ങളുടെ അവിടെ പ്രസന്റേഷൻ വെച്ചിട്ടുള്ള കളിയാണ്. പ്രസന്റേഷൻ കൊണ്ടുവരും, ടീച്ചേഴ്സ് പ്രസന്റേഷൻ കൊണ്ടുവരും. അത് ചില ടീച്ചേഴ്സ് പ്രസന്റേഷൻ വായിച്ചു വിടും, എന്നിട്ട് പ്രസന്റേഷൻ അങ്ങ് ഹൊഹ്ലാടം ചെയ്യും, അപ്ലോഡ് ചെയ്യും, അത് പഠിക്കാൻ പറയും. ചില ടീച്ചേഴ്സ് ആണെങ്കിൽ വന്നിട്ട് നിങ്ങൾക്ക് കുറെ ഹൗസാബായിട്ടിങ് തരാം, ഞാൻ PDF പ്രസന്റേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഹൗസ് ഓഫ് കാബ ചെയ്ത് ഇന്ന് ഒരു അരമണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. ചിലരാണെങ്കിൽ ഗ്രൂപ്പ് അനർബൈറ്റ് തരും. ഇന്ന് വന്നിട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മളോട് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പ്രസന്റ് ചെയ്യാൻ പറയും. പിന്നെ ഒരു സാറുണ്ട്, അനോട്ടോമി പഠിപ്പിക്കുന്നതല്ല, ലൈക്ക് ക്രാങ്ക് ഹൈറ്റ്സ് ബിൽഡർ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. അതായത് രോഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. പുള്ളി മാത്രം ആണ് ടെക്സ്റ്റ് വെച്ചിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം പുള്ളി ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറയും, എന്നിട്ട് ആ ടെക്സ്റ്റൊക്കെ വായിച്ച് പുള്ളിക്കാരൻ പഠിപ്പിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ പരിപാടി ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം മനസ്സിലാവും. ഓ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വെക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴത്തേനും ഒരു തെങ്ങും മനസ്സിലാവത്തില്ല, എന്നിരിക്കും. പക്ഷെ എല്ലാം പഠിക്കണം. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്കായിട്ട് ഉപയോഗിക്കാറില്ല. എനിക്ക് മറ്റേ ഡിജിറ്റലായിട്ട് ഐപാഡിലുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ മിക്കവാറും ഉപയോഗിക്കാറ്. അതാണ് കുറച്ചുകൂടെ
സുഖം ഉപയോഗിക്കാൻ. ഈ ടെക്സ്റ്റ് ബുക്ക് മറിക്കുന്നത് ഭയങ്കര പാടുള്ള പരിപാടി. ഇതാകുമ്പോൾ സെർച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ എനിക്ക് ഡിജിറ്റൽ നോട്ട്സ് എടുക്കാനാണ് ഇഷ്ടം. മറ്റേ കൈകൊണ്ട് എഴുതുന്നതിലും ഇഷ്ടം ഡിജിറ്റൽ നോട്ട്സാണ്. കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാണുമായിരിക്കും, എനിക്കെല്ലാം ഇങ്ങനെ കളറടിച്ച് എഴുതി പഠിക്കാനാണ് ഇഷ്ടം. എല്ലാം എഴുതി പഠിക്കണം എനിക്ക്. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സോ എനിക്ക് ഡിജിറ്റലാകുമ്പോൾ കുറേ കളറടിയും പരിപാടിയൊക്കെ നടക്കും. പിന്നെ മൈൻഡ് മാപ്സ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ നടക്കും. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ലൈക്ക് പിക്ചേഴ്സ് കണ്ടൊക്കെ പഠിക്കുന്ന ടൈപ്പാണ് ഞാൻ. പിന്നെ മൊത്തത്തിൽ എങ്ങനെ പോകുന്നു എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ തീരാറായി. സുഷാൻ പ്രൂഫിങ്ങിന്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞു. പ്രാക്ടിക്കൽ നല്ലതായിരുന്നു. പ്രാക്ടിക്കൽ നല്ലതായിട്ട് ഞാൻ ചെയ്തു. അതിന് നോട്ട കിട്ടിയിട്ടില്ല. നോട്ട ഇത്തവണ ഒരു 2 ആഴ്ചക്കുള്ളിൽ കിട്ടുമായിരിക്കും. പിന്നെ പിന്നെ ഇനിയിപ്പം ഷ്രിഫ്റ്റ്ലിഷ് വരുന്നു. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പഠിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, വെയിറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ പിന്നെ ചെയ്തോളാം, എനിക്കിപ്പോൾ ചെയ്യാൻ മൂടില്ല. എന്താണേലും ഇനി നാളെ ഓൺലൈൻ ക്ലാസ് രാവിലെ ഒരു ജർമ്മൻ്റെ കോഴ്സാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട് ജർമ്മൻ്റെ കോഴ്സ്. അപ്പം പുള്ളിക്കാരത്ത് വന്നിട്ട് ജർമ്മൻ അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ജർമ്മനൊക്കെ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ക്ലാസ്സിൽ എന്താന്ന് വെച്ചാൽ മെയിൻലി എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ലൈക്ക് എക്സ്പ്ലെയിൻ ബെഷ്റൈബൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വ്യത്യാസം, അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഇപ്പം എൻ്റെ ക്ലാസ്സിലാണെങ്കിലും മൊത്തം കൂടുതലും ഔസ്ലാൻഡേഴ്സ് ആണ്, പുറത്തുനിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ എങ്ങനെയൊക്കെ പഠിക്കണം അങ്ങനത്തെ ഒരു രീതിയിൽ ഗൈഡ് ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്ലാസ്സാണ് ജർമ്മൻ്റെ അകത്ത്. അല്ലാതെ ജർമ്മൻ ഒന്നും തൊട്ട് A1 തൊട്ടുള്ള ഗ്രാമാറ്റിക്സ് അങ്ങനെയല്ല, ലൈക്ക് ഇങ്ങനെ കോമൺ ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. മഴ പെയ്യുന്നു നല്ലപോലെ. പിന്നെ ഇപ്പം ഡിസംബർ ആയപ്പോഴത്തേനും ഡിസംബറിൻ്റെ ഒരു ക്രിസ്മസ് ഫീൽ ഒക്കെ വരാൻ തുടങ്ങി. എല്ലാവരും ഇപ്പം ഇവിടെ ഡെക്കറേഷൻസ്, പിന്നെ ഗ്ലൂ വൈൻ എന്ന് പറയുന്ന മറ്റേ വൈൻ ടൈപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര വിൻ്റർ സ്പെഷ്യലാണ് ഗ്ലൂ വൈന്. പിന്നെ അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയി തുടങ്ങി. പിന്നെ സ്പൈസസിൻ്റെ മണം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണമാണ് സിനമണിൻ്റെ മണം. അങ്ങനെയൊക്കെ. സോ ഇപ്പം എല്ലാം നല്ലപോലെ പോകുന്നു. സോ ഐ തിങ്ക് ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറേയൊക്കെ വർത്താനം പറഞ്ഞു തന്നെ സമയം കളഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ് മൈ വീഡിയോ. ഇന്നെൻ്റെ സ്കൂളിൽ വന്നിട്ട് നിങ്ങളെല്ലാം ലൈക്ക് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാണേലും എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ ഇങ്ങനെയല്ല. കുറച്ചുകൂടെ ഞാൻ സ്കൂള് 3 മണി വരെ ആണെങ്കിൽ ജിമ്മിൽ പോയിട്ട് വരുമ്പം അടുത്തായിരിക്കും വരുന്നത്. അപ്പം പഠിക്കാനും ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാനും ഒന്നും സമയം കാണില്ല. നേരെ കിടന്നുറങ്ങാറാണ് പതിവ്. അപ്പം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും, അങ്ങനത്തെ ഒരു പതിവാണ്. ബട്ട് ഇന്ന് സമയമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, ചിലപ്പോൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചപ്പോഴത്തേനും കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതായിരിക്കും. പിന്നെ മൊത്തത്തിൽ ഐ ആം ഹാപ്പി. സ്കൂളാണോ വർക്കാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ സ്കൂളാണ് നല്ലത്. കാരണം ശനി ഞായർ അവധിയാണ്. പിന്നെ ചുമ്മാ സ്കൂളിൽ പോയിരുന്നാൽ മതി. ഇനിയിപ്പം ക്ലാസ് ബോറിംഗ് ആണെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അതിനൊന്നും ടീച്ചേഴ്സൊന്നും പറയത്തില്ല. പിന്നെ കുറച്ച് മെൻ്റൽ സ്ട്രെസ്സൊക്കെ അവർ തരും, പക്ഷേ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ അവസാനം ഒരു എക്സാം കാണും, അതിന് വേണ്ടി പഠിക്കണം, കുറച്ച് എക്സാമൊക്കെ എഴുതി ഒരു സ്ട്രെസ്സൊക്കെ കാണും, അല്ലാതെ ഒരു കുഴപ്പമില്ല. പിന്നെ അവരെ ആശയനെയും ഹെലനെയൊക്കെ കാണാം, അവരോടൊക്കെ സംസാരിക്കാം, അതൊക്കെ ഫണ്ണായിട്ട് എനിക്ക് തോന്നുന്നു. സോ സ്കൂളിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.